back to channel Easy Homework. I am Krishna. In class 8 in chapter 2 linear equations in one variable next part ആയിട്ടാണ് വന്നിരിക്കുന്നത്. So കഴിഞ്ഞ ക്ലാസ് നമ്മൾ 2.3 ആണ് ചെയ്തത്. ഇനി ഞാൻ 2.5 ആണ് ചെയ്യുന്നത് കേട്ടോ. ഇക്വേഷൻസ് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും വേർഡ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കേ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കേടാ. Solve the following equations. Exercise 2.5 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 33. അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനൊന്നും പറയിട്ടില്ല. ജസ്റ്റ് എന്താണ് സോൾവ് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. സോൾവ് ചെയ്യാൻ മാത്രം പറഞ്ഞാൽ എന്താ മതി, ഇതിൽ തന്നിരിക്കുന്ന വേരിയബിൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക, അതിന്റെ ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ തന്നിരിക്കുന്ന ഇക്വേഷനകത്തുള്ള വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ് ടേംസിന് എന്ത് ചെയ്യാം, LHSലേക്ക് കൊണ്ടുവരാം. സോ എക്സ് ബൈ 2, ഈ എക്സ് ബൈ 3 LHS വരുമ്പോൾ എന്താവും, മൈനസ് എക്സ് ബൈ 3 ആവും. ഈക്വൽ ടു ഒരു 1/4 ഉണ്ട്, അത് എഴുതാം. 1/4 ഇവിടുത്തെ മൈനസ് 1/5 ആർട്ടിസിൽ പോകുമ്പോൾ എന്താവും, പ്ലസ് 1/5. ഓക്കെ. സോ ഇവിടുത്തെ LCM എത്രയാണ് വരുന്നത് നോക്കിയേ, രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് LHSലായാലും ആർട്ടിസിലായാലും ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ടും അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ ഇത് ലൈക്ക് ആക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, LCM എടുക്കാം. 2ന്റെയും 3യുടെ LCM എന്താ വരുന്നത്, 6 ആണ്. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് എന്താക്കണം, 6ലേക്ക് കൊണ്ടുവരണം. ഇവിടെ നമ്മള് 2 into 3 ആണ് 6. സോ ന്യൂമറേറ്ററിലും into 3 മൈനസ് എക്സ് ബൈ 3 into 2 ആണ് 6. ന്യൂമറേറ്ററിലും into 2 ഈക്വൽ ടു ഇവിടുത്തെ LCM എത്രയാണ്, 20. സോ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് എന്താക്കണം, 20ലേക്ക് കൊണ്ടുവരണം. 1/4 into 5 ആണ് 20. സോ ന്യൂമറേറ്ററിൽ into 5 പ്ലസ് 1/5 into 4 ആണ് 20. ന്യൂമറേറ്ററിലും into 4. സോ 3 into x is 3x by 3 into 2 is 6 minus x into 2 is 2x by 3 into 2 is 6 equal to 1 into 5 is 5 by 20 plus 4 by 20. So എന്താണ്, ലൈക്ക് ഫ്രാക്ഷൻസ് ആയിട്ടുണ്ട്. സോ 3x minus 2x is x, അതായത് 1x, അത് നമുക്ക് x എന്ന് എഴുതാം, by 6 equal to 5 plus 4 is 9 by 20. സോ നമുക്കിവിടെ കിട്ടുന്നത് x by 6 equal to 9 by 20 എന്നാണ് അല്ലെ. നമുക്ക് വേണ്ട കാര്യമാണ് എക്സിനെയാണ്. എക്സിന്റെ കൂടെയുള്ള കാര്യം 6 ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, ഡിവിഷൻ. ആർട്ടിസിൽ പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ. സോ എക്സ് ഈക്വൽ ടു 9 by 20 into 6. സോ നമുക്കിവിടെ ഒന്നേ ക്യാൻസൽ ചെയ്യാം. 2ന്റെ മൾട്ടിപ്പിൾ ആണ് 20യും 6ഉം. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 20 10 ടൈംസും 6 3 ടൈംസും വരും. ഈക്വൽ ടു 9 3s are 27. 27 by 10 അത് കിട്ടും എക്സിന്റെ വാല്യൂ. എക്സ് ഈക്വൽ ടു 27 by 10. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 27 by 10. മനസ്സിലായോ? വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേരിയബിൾസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, LHSലേക്ക് കൊണ്ടുവരുന്നു. കോൺസ്റ്റന്റ് ടേംസിനെ RHS കൊണ്ടുവരുന്നു. ഇവിടുത്തെ എക്സ് ബൈ 3 പോസിറ്റീവ് ടേം ആണ്, LHS വരുമ്പോൾ അത് നെഗറ്റീവ് ടേം ആവും. ഇവിടുത്തെ 1/5 ഒരു നെഗറ്റീവ് ടേം ആണ്, അത് RHS വരുമ്പോൾ പോസിറ്റീവ് ആവും. ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലൈക്ക് ഫ്രാക്ഷൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ലൈക്ക് ആക്കിയതിനു ശേഷം വേണം ബാക്കിയുള്ളത് ചെയ്യാൻ. ഓക്കെ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. ഇവിടെ ആരാണ് വേരിയബിൾ, n ആണ് അല്ലെ. നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ n ആണ്. സോ എന്നിന് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കിയാൽ 2 4 6 മൂന്നും n ടേംസ് ആണ് LHSൽ വരുന്നത്. 2 4 6. സോ അതിന്റെ LCM നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 2 4 6 മൂന്നും 2 ഡിവിസിബിൾ ആണ്. 2 2 1 ടൈം, 4 2 ടൈംസ് ആൻഡ് 6 3 ടൈംസ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 1 2, 2 into 2 4, 4 into 3 12 ആണ് LCM വരുന്നത്. ഓക്കെ. അപ്പൊ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റേഴ്സ് എന്താക്കണം, 12ലേക്ക് കൊണ്ടുവരണം. 12 ആക്കുമ്പോ 2 into 6 ആണ് 12 അല്ലെ. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും into 6 by 2 into 6 minus 3n by 4 into 3 ആണ് 12, ന്യൂമറേറ്ററിലും into 3 plus 5n by 6 into 2 ആണ് 12, ന്യൂമറേറ്ററിലും into 2 equal to 21. ക്ലിയർ. LCM 12 ആയതുകൊണ്ട് എല്ലാത്തിന്റെയും ഡിനോമിനേറ്റേഴ്സ് നമുക്ക് 12 ആക്കണം. ഡിനോമിനേറ്ററിൽ എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് ന്യൂമറേറ്ററിൽ ചെയ്യണം. LCM കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. സോ ഇവിടെ ഈക്വൽ ടു വേണ്ട, ഈക്വൽ ടു. സോ 6 into n is 6n by 12 minus 3 into 3 is 9n by 12 plus 5 into 2 is 10n by 12 equal to 21. സോ LHS പാർട്ടിലെല്ലാം n ടേംസ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ഒരുമിച്ച് എഴുതാം. 6n minus 9n plus 10n all divided by 12 equal to 21. Okay. ഇനി ആഡ് ചെയ്യാൻ നോക്കിയാൽ 6n minus 9n ഡിഫറെന്റ് സൈൻ ഡിഫറൻസ് എടുക്കുമ്പോൾ 9 minus 6 is 3n. അപ്പൊ എന്ത് വരും, -3n
3n അല്ലെ, വലുതിന്റെ സൈൻ നെഗറ്റീവ്. ഇനി ആരുണ്ട്, പ്ലസ് 10n ഉണ്ട്, പ്ലസ് 10n. വീണ്ടും ഡിഫറൻസ് ആൻഡ് ഡിഫറൻസ് എടുക്കുമ്പോൾ 10 മൈനസ് 3 ഈസ് 7, വലുതിന്റെ സൈൻ പോസിറ്റീവ്. അപ്പൊ എന്ത് വരും, 7n/12 എന്നാണ് ഫൈനൽ വരുന്നത്. 7n/12 ഈക്വൽ ടു 21. ഈക്വൽ ടു 21 എന്നാണ് കിട്ടിയത്. അപ്പോ 7n എങ്ങനെ എഴുതാം, 12 ഡിവൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. ആർസിസ് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 12. സോ n ഈക്വൽ ടു 21 ഇൻറ്റു 12. 7യുടെ മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. ആർസിസ് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ബൈ 7. നോക്കിയേ, 21 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. എത്ര ടൈംസ് ആണ്, 3 ടൈംസ്. സോ 12 ഇൻറ്റു 3 ഈക്വൽ ടു 36. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് n-ന്റെ വാല്യൂ 36 ആണ്. ഓക്കെ ആണോ? മനസ്സിലാത്തവര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ വെക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, മനസ്സിലാത്തവരുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടാൽ മതി. ഇവിടെ മനസ്സിലാവേണ്ട പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താക്കണം, ഫ്രാക്ഷൻ ആണ് തന്നേക്കുന്നതെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും സൈനും നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇവിടെ നോക്കിയ രണ്ട് ഡിഫറൻസ് സൈൻ ആണെങ്കിൽ ഡിഫറൻസ് എടുത്തിട്ട് വലുതിന്റെ സൈൻ, സെയിം സൈൻ ആണെങ്കിൽ അഡീഷൻ ചെയ്തിട്ട് വലുതിന്റെ സൈൻ. ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ഇന്റീജേഴ്സിലെ. ക്ലിയർ? സോ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാ, x plus 7 minus 8x/3 equal to 17/6 minus 5x/2. x ടേംസിനെ എന്ത് ചെയ്യുന്നു, LHSലേക്ക് കൊണ്ടുവരുന്നു. LHS പാർട്ടുള്ള കോൺസ്റ്റന്റ് ടേംസിനെ RHSലേക്ക് കൊണ്ടുവരുന്നു. സോ ഇവിടെ x ഉണ്ട്. ഓക്കെ, 8x/3 മൈനസ് 8x/3 ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. മൈനസ് 8x/3. ഇവിടെ ഒരു കോൺസ്റ്റന്റ് പ്ലസ് 7 ആണ്. ഇവിടുത്തെ x ടേംസിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് 5x/2 LHS വരുമ്പോൾ എന്താവും, പ്ലസ് 5x/2 ഈക്വൽ ടു ഇവിടെ 17/6 ഉണ്ട്. ദെൻ പ്ലസ് 7 ആർക്കിസിലേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് 7 ആണ്. ഓക്കെ ആണോ? സോ എക്സ് ടേംസ് ഇവിടെ നോക്കിയേ, ഫ്രാക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ x/1 ആണ്. ഓക്കെ, സോ ഡിനോമിനേറ്റേഴ്സ് എന്താക്കാം, സെയിം ആക്കാൻ വേണ്ടി നമുക്ക് LCM എടുക്കുമ്പോൾ 3 × 2 6 ആണ് LCM വരുന്നത്. എല്ലാത്തിന്റെയും ഡിനോമിനേറ്റേഴ്സ് എന്താക്കണം, 6ലേക്ക് കൊണ്ടുവരണം. സോ ഇവിടെ 1 ആണ്. എന്ത് ചെയ്യുന്നു, 1 × 6 ന്യൂമറേറ്ററിലും ഇൻറ്റു 6 മൈനസ് 8x ഇൻറ്റു 3 × 2 ആണ് 6 ന്യൂമറേറ്ററിലും ഇൻറ്റു 2 പ്ലസ് 5x/2 ഇൻറ്റു 3 ആണ് 6 ന്യൂമറേറ്ററിലും ഇൻറ്റു 3 ഈക്വൽ ടു 17/6 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 7/1. ഇവിടെയും എന്താണ്, LCM 6 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 6 ഉണ്ട്. രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 6 ആക്കണം. 17/6 മൈനസ് 7/1 ഇൻറ്റു 6 ന്യൂമറേറ്ററിലും ഇൻറ്റു 6. ഇവിടെ ഈ LCM എടുക്കുന്നതുകൊണ്ടാണ് 3 സ്റ്റെപ്സ് വരുന്നത് കേട്ടോ. x ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6x മൈനസ് 8 ഇൻറ്റു 2 ഈസ് 16x പ്ലസ് 5 ഇൻറ്റു 3 ഈസ് 15x ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, എല്ലാത്തിനും ഡിനോമിനേറ്റർ 6 ആണ്. ഈക്വൽ ടു എന്ത് വരും, 17 മൈനസ് 7 ഇൻറ്റു 6 ഈസ് 42 ഹോൾ ഡിവൈഡഡ് ബൈ 6. മനസ്സിലായോ? സോ നമുക്കിവിടെ എന്ത് വരും, ഓക്കെ, നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഡിഫറൻസ് ആദ്യം രണ്ടും എടുക്കാം. ഡിഫറൻസ് ആൻഡ് ഡിഫറൻസ് എടുക്കുമ്പോൾ 16 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 10x എന്ന് വരും. വലുതിന്റെ സൈൻ നെഗറ്റീവ്. ഇനി ആരാണത്, പ്ലസ് 15x. വീണ്ടും ഡിഫറൻസ് ആൻഡ് ഡിഫറൻസ് എടുക്കുമ്പോൾ 15 മൈനസ് 10 ഈസ് 5x. വലുതിന്റെ സൈൻ പോസിറ്റീവ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 5x/6 ഈക്വൽ ടു 42 മൈനസ് 17 ചെയ്യുമ്പോൾ 12 മൈനസ് 7 ഈസ് 5, 3 മൈനസ് 1 ഈസ് 2, 25/6 എന്നാണ് കിട്ടുന്നത്. 25/6. നമുക്ക് വേണ്ടത് എന്താണ്, എക്സിന്റെ വാല്യൂ ആണ് അല്ലെ. അപ്പൊ 5x-നാണ് നിർത്തിയിട്ട് കൂടെയുള്ള 6-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഡിവിഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ആർക്കിസിൽ പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ. സോ 6 ക്യാൻസൽ ആയി പോയിട്ട് 5x ഈക്വൽ ടു 25 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് x ആണ്. ഇനി എക്സിന്റെ കൂടെയുള്ള 5 മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. ആർക്കിസിൽ പോകുമ്പോൾ എന്താവും, ഡിവിഷൻ. സോ 25/5 ഈക്വൽ ടു 5 എന്ന് വരും. മനസ്സിലായോ? സോ ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇച്ചിരി വലിപ്പം കൂടിയത് നമ്മുടെ എന്താണ്, ഈ ടേംസിനെ എല്ലാം ലൈക്ക് ആക്കാൻ വേണ്ടി നമ്മൾ LCM എടുക്കുന്നതുകൊണ്ടാണ് 3 സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ശ്രദ്ധിക്കേണ്ട എന്താണ്, നമുക്ക് ഈ വേരിയബിളിന്റെ ആൻസർ ആണ് വേണ്ടത്. അപ്പൊ വേരിയബിൾ പാർട്ടിനെ LHSലേക്ക് കൊണ്ടുവരാം. LHSലുള്ള കോൺസ്റ്റന്റ് ടേംസിനെ RHSൽ കൊണ്ടുപോകുന്ന ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും. ദെൻ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് എല്ലാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഓക്കെ,
എടാ ഇപ്പൊ നമ്മൾ ചെയ്ത തേർഡ് ക്വസ്റ്റ്യൻ ഒരു കറക്ഷൻ ഉണ്ട്. 17 മൈനസ് 42/6 ഞാൻ 25/6 എന്നാ ഇട്ടത്. വലുതിന്റെ സൈൻ കൊടുക്കാൻ മറന്നുപോയി അവിടെ. അപ്പൊ മൈനസ് 25/6 എന്നാ വരുന്നത്. സോ സ്റ്റെപ്പിന്റെ ലാസ്റ്റ് 5x/6 ഈക്വൽ ടു മൈനസ് 25/6 എന്ന് വരും. ഇവിടെ 6 ഡിവിഷൻ ആണ് ചെയ്തേക്കുന്നത്. ആർട്ടിസിൽ പോകും മൾട്ടിപ്ലൈ ചെയ്യും. സോ 6ഉം 6ഉം ക്യാൻസൽ ആയിക്കോട്ട് നമുക്ക് കിട്ടുന്നത് 5x ഈക്വൽ ടു മൈനസ് 25 എന്നാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ മൈനസ് 25/5 ഈക്വൽ ടു മൈനസ് 5 ആണ്. ഓക്കെ, ഞാൻ 5 എന്നാ കൊടുത്തത് കേട്ടോ. 25 എന്നാ എഴുതിയത്. ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്തിട്ട് മൈനസ് ഇടാൻ മറന്നുപോയി. അപ്പൊ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തിരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ x മൈനസ് 5/3 ഈക്വൽ ടു x മൈനസ് 3/5. നമുക്കിത് എന്ത് ചെയ്യാം? ഇത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 5 into x minus 5 equal to 3 into x minus 3. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? a into b minus c ഫോമില നടക്കുന്നത്. അപ്പോ ആദ്യം 5 into x 5x minus 5 into 5 is 25 എന്ന് വരും. ഈക്വൽ ടു 3 into x is 3x minus 3 into 3 is 9. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ ആണോ? എന്ത് ചെയ്യുന്നു? വേരിയബിൾ പാർട്ട് LHSലേക്ക് കൊണ്ടുവരാം. അപ്പൊ 5x ഈ മൈനസ് 3x LHS വരുമ്പോൾ മൈനസ് 3x ഈക്വൽ ടു മൈനസ് 9 അതുപോലെ എഴുതി. then minus 25 RHS വരുമ്പോൾ എന്താവും? പ്ലസ് 25. സോ 5x minus 3x is 2x. വലുതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. ഈക്വൽ ടു ഡിഫറൻസ് ആൻഡ് ഡിഫറൻസ് എടുക്കുമ്പോൾ 25 minus 9 is 60. വലുതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ x എന്ന് പറയുന്നത് എന്ത് വരും? 16 divided by 2 ഈക്വൽ ടു 8 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇവിടെ നോക്കി നമ്മൾ എന്താ ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 5 into ഈ ടേം x മൈനസ് 5 ടേമും 3 into x മൈനസ് 3 ടേമും ചെയ്തു. എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ ഫോം ചെയ്യുന്നു. മനസ്സിലായോ? So next question is fifth one. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണണം. ഡൗട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഡൗട്ട് അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ടീച്ചർ മനസ്സിലായില്ല ഈ ഒരു പോർഷൻ. ഇപ്പോൾ നമുക്ക് ആദ്യം എടുത്ത വീഡിയോസിനൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ അതൊക്കെ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ എടുത്തിട്ടേക്കുന്ന വീഡിയോസ് ആണ്. അപ്പൊ അതിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കമന്റ് വഴി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ അയക്കാറുണ്ട്. അത് നോക്കുന്നവർക്ക് അറിയാം. പക്ഷെ കമന്റ് വഴി നമുക്ക് അയക്കാൻ പറ്റാത്ത ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളത് കേട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു വീഡിയോ ചുമ്മാ എങ്ങനെയെങ്കിലും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വീഡിയോസ് ഒരുപാട് പേര് കണ്ടേക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പൊ അത്രയും പേർക്ക് മനസ്സിലായി, നമുക്ക് ഒരാൾക്ക് മാത്രം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സമാധാനമായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിരുന്ന് പഠിക്കണം എന്നുള്ള ടൈമില് ടെൻഷനോടുകൂടി നമ്മൾ എന്ത് കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് നോക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഇക്വേഷൻ ഇന്നത്തേക്ക് കഴിഞ്ഞു മടക്കി വെച്ച് കഴിഞ്ഞാൽ അതും പോകും. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 3t minus 2/4 minus 2t plus 3 2t plus 3 divided by 3 equal to 2/3 minus t. സോ ഓക്കെ, ഇവിടുത്തെ ടി ആണ് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതൊരു ടേം ഇങ്ങനെയാണ് തന്നേക്കുന്നത്. നമുക്ക് ടീനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലെ. രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അതിന്റെ നമുക്ക് ആദ്യം ടി ഇവിടെ കൊണ്ടുവരാം. 3t minus 2/4 minus 2t plus 3/3. ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോ എന്താവും? പ്ലസ് ടി ഈക്വൽ ടു 2/3. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3t/4 മൈനസ് 2/4 എന്ന് എഴുതാമല്ലോ. ഇതിന് രണ്ടിനും ഒരുമിച്ച് ചേർത്തിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3t/4 മൈനസ് 2/4. ദെൻ ഇത് ഈ മൈനസ് രണ്ടിനും കൂടെ എഴുതണം കേട്ടോ. അപ്പൊ മൈനസ് 2t/3 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3/3 പ്ലസ് ടി ഈക്വൽ ടു
2/3. സോ നമുക്ക് ഇവിടുത്തെ ടിയുടെ ടേംസും കിട്ടി, കോൺസ്റ്റന്റ് ടേംസും കിട്ടി. അപ്പൊ കോൺസ്റ്റന്റ് ടേംസ് നമുക്ക് എന്ത് ചെയ്യാം, ആർഎച്ച്എസിലേക്ക് കൊടുക്കാം. അപ്പോ 3t/4, then ഇവിടെ ആരുണ്ട് -2t/3 പ്ലസ് ടി ഈക്വൽ ടു ആർഎച്ച്എസ് പാർട്ടിൽ ഓൾറെഡി ഒരു 2/3 ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. -2/4 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, +2/4. ഇവിടെ -3/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 അല്ലേ? അപ്പോ -1 ആർഎച്ച്എസ് പോകുമ്പോ എന്താവും, +1. ഈ 2/4 നമുക്ക് എന്തെന്ന് എഴുതാം, 1/2 എന്ന് എഴുതാമല്ലോ, 1/2. സോ -2/4 ആർഎച്ച്എസിൽ വന്നപ്പോ +2/4 ആയി. 2/4 നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് 1/2 എന്ന് എഴുതാം. അതാണ് 1/2 എഴുതിയിരിക്കുന്നത്. ഇനി 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. -1 ആർഎച്ച്എസിൽ പോകുമ്പോ എന്താവും, +1 ആവും. ഓക്കെ, സോ ടി ടേംസും കിട്ടി, കോൺസ്റ്റന്റ് ടേംസും കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. നോക്കൂ, ഇവിടെ നോക്കിയേ, നോക്കിയാ ടി ടേംസ് ഉണ്ട്, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ് അല്ലെ, അൺലൈക്ക് ആണ്. അപ്പൊ ലൈക്ക് ആക്കണം. 4 × 3 12 ആണ് എൽസിഎം വരുന്നത്. അപ്പൊ 3ന്റെയും ഡിനോമിനേറ്റേഴ്സ് ടി എന്ന് പറഞ്ഞാൽ t/1 ആണ്. 3ന്റെ ഡിനോമിനേറ്റേഴ്സ് 12ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 3t × 4 × 3 ആണ് 12. ന്യൂമറേറ്ററിൽ ഇത് 3 ചെയ്യുന്നു. -2t/3 × 4 ആണ് 12. ഇവിടെയും ×4 ചെയ്യുന്നു. പ്ലസ് t/1 × 12 ന്യൂമറേറ്ററിൽ ×12 ഈക്വൽ ടു ചെയ്യാലോ, 2/3 + 1/2 + 1. അപ്പോ ഇവിടുത്തെ എൽസിഎം എന്ന് പറയുന്നത് 6 ആണ്. 2/3 × 2 ആണ് 6. ന്യൂമറേറ്ററിൽ ×2 ചെയ്യുന്നു. പ്ലസ് 1/2 × 3 ആണ് 6. ന്യൂമറേറ്ററിൽ ×3 പ്ലസ് 1/1 × 6 ന്യൂമറേറ്ററിൽ ×6 അല്ലെങ്കിൽ +1 അതുവരെ മതി. ഓക്കെ, സോ ഇവിടെ എത്ര വരും, അപ്പോ 3 × 3 is 9t/12 minus 4 × 2 is 8t/12 plus 12 × t is 12t/12 equal to 2 × 2 4 4/6 plus 3/6 plus 1. 6/6 1 ആണ്. അപ്പൊ 1 ഒന്നും ചെയ്യണ്ട, അത് തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഈ പാർട്ട് നോക്കാം. 9t minus 8t plus 12t whole divided by 12. സോ ഇവിടെ ആൻസർ വരുന്നത് ഈക്വൽ ടു, ഇവിടെ 6 വരുമ്പോ 1 × 6 6/6 അതാ നമുക്ക് ആവശ്യമുള്ളത്. 4 + 3 7 7 + 6 13 13/6 എന്ന് വരും. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 9t minus 8t is 1t, വലുതിന്റെ സൈൻ പോസിറ്റീവ്, പ്ലസ് 12t 12 plus 1 is 13t എന്ന് വരും. 13t/12 ഈക്വൽ ടു 13/6. ക്ലിയർ? സോ നമുക്ക് 13t ആണ് നിർത്തിയിട്ട് ആദ്യം 12നെ ആർഎച്ച്എസിലേക്ക് കൊണ്ടുപോകാം. അപ്പോ 13t ഈക്വൽ ടു 13/6. ഡിവിഷൻ ആണ് ചെയ്തേക്കുന്നത്. ആർഎച്ച്എസിന് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ. സോ 6 × 2 ആണ് 12. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 1 ടൈം, ഇത് 2 ടൈം. നമുക്ക് കിട്ടുന്നത് 13t ഈക്വൽ ടു 13 × 2 26 എന്നാണ്. 13 × 2 26. സോ t എന്ന് പറയുന്നത് 26/13 is equal to 2. സോ നമുക്ക് കിട്ടുന്ന t വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ക്ലിയർ ആണോ? സോ എൽസിഎമ്മും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ നീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യണം. എവിടെയെങ്കിലും നമുക്കൊരു സൈനിന്റെതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യും. ഇപ്പൊ നേരത്തെ ഞാൻ തന്നെ ഓരോന്ന് പറഞ്ഞു വന്നെങ്കിലും എനിക്ക് അവിടെ ആ ഒരു നെഗറ്റീവ് മിസ്സായി. അപ്പൊ നമ്മുടെ ആൻസർ ചേഞ്ച് ആവും അല്ലേ? അപ്പൊ അതത്രയും ക്ലിയർ ആയിട്ട് നോക്കി നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം എന്തൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ അതിലെ 6th ക്വസ്റ്റ്യൻ ഇതാണ്. m minus m-1/2 equal to 1 minus m-2/3. സോ നമുക്ക് എമ്മിന്റെ ടേംസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. m
മൈനസ് എം മൈനസ് 1/2. ഇവിടെ ഒരു മൈനസ് എം മൈനസ് 2/3 ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്താ പ്ലസ് എം മൈനസ് 2/3 ഈക്വൽ ടു 1. ക്ലിയർ? നമുക്ക് ഇന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എം മൈനസ് m/2 ഈ മൈനസ് 2-നുള്ളതാണ് കേട്ടോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/2 പ്ലസ് m/3 മൈനസ് 2/3. ഓക്കെ, സോ എം എഴുതി. എം മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? എം മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ m/2 മൈനസ് 1/2 എന്നാണ്. ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ടാണ് ഈ മൈനസും മൈനസും ചേർന്നോടെ പ്ലസ് ആയിരിക്കുന്നത്. ഓക്കെ, സോ മൈനസ് m/2 പ്ലസ് 1/2 എന്ന് വരും. ഈക്വൽ ടു 1. സോ എമ്മിന്റെ ടേംസിനെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോൾ എം മൈനസ് m/2 പ്ലസ് m/3 ഈക്വൽ ടു ഇവിടെ 1 ഉണ്ട്. 1 പ്ലസ് 1/2 ആർഎസിൽ പോകുമ്പോൾ മൈനസ് 1/2 മൈനസ് 2/3 ആർഎസിൽ പോകുമ്പോൾ പ്ലസ് 2/3. സോ ഇവിടെ 2ഉം 3ഉം എൽസിഎം വരുന്നത് 6 ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് എന്താക്കണം? 6 ആക്കണം. എം എന്ന് പറഞ്ഞാൽ m/1. സോ m/1 into 6 numerator into 6 minus m/2 into 3 ആണ് 6 numerator into 3 plus m/3 into 2 6 numerator into 2 equal to ഇവിടെ എന്താണ്? LCM 2 ന്റെ 3 LCM 6 തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് 6 ആക്കണം. 1/1 into 6 numerator into 6 minus 1/2 into 3 ആണ് 6 numerator into 3 plus 2/3 into 2 6 numerator into 2. Clear? അപ്പോൾ m into 6 എന്ന് പറഞ്ഞാൽ 6m minus 3 into m is 3m plus 2 into m is 2m whole divided by 6 equal to 1 into 6 6 minus 3 plus 4 by 6 എന്ന് വരും. അപ്പൊ എന്താ വരുന്നത്? 6m minus 3m is 3m. 3m plus 2m is 5m. 5m by 6 equal to ഇവിടെ നോക്കിയേ 6 minus 3 3 3 plus 4 7 7 by 6. നമുക്ക് ആവശ്യം m ആണ്. mന്റെ ഉള്ള 5m ആണ്. നോക്കിയിട്ട് ആദ്യം 6നെ ആർഎസിലേക്ക് കൊണ്ടുപോവാം. 7 by 6 6 യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തേക്കുന്നത്. ആർഎസ് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ. സോ 6 6 ക്യാൻസൽ ആയി പോയിട്ട് 5m ഈക്വൽ ടു 7. m എന്ന് പറയുന്നത് എന്ത് വരും? 7 divided by 5. 5 യുടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് അല്ലേ? ആർഎസ് പോകുമ്പോൾ ഡിവിഷൻ. സോ m വാല്യൂ 7 by 5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇനിയുള്ള 4 ക്വസ്റ്റ്യൻസ് 7 8 9 10 നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ വലുതായി പോകും നമുക്ക്. അപ്പോ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. 7 8 9 10 അത് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താണ് സോൾവ് ചെയ്യാനുള്ളതാണ്. കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. എല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാതിരിക്കും. ബൈ.